കണ്ണാടിത്തോട് വഴി മടിക്കേരിയിലേക്ക് ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അനിയൻ ദുബായിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് ഒരു വണ്ടി ട്രിപ്പൊക്കെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. പോകുന്ന വഴിയിൽ ഇത്താൻ്റെ പുരയുണ്ട് കുറ്റിക്കോല്. അപ്പോൾ അവിടെ എത്തി നമ്മളത് കുറച്ച് പേരക്കെല്ലാം പറിച്ചിട്ട് പോകാറുണ്ട്. ഞങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇത്താവും ഞാനും ഇത്താൻ്റെ മാപ്പിളെല്ലാം കൂടിയിട്ട് പേരക്ക പറിക്കുന്നുണ്ട്. ഞങ്ങൾ പേരപ്പായ എന്ന് പറയും കാസർഗോഡ്. പേരപ്പായം കുറച്ച് അധികം കിട്ടീനി. ഇത്താൻ്റെ പുരൻ്റെ സൈഡിൽ തന്നെയുള്ള പേരപ്പായത്തിൻ്റെ മരത്ത് കുറച്ച് അധികം തന്നെ കിട്ടീനി. പോകുമ്പോൾ നമുക്കിങ്ങനെ തിന്നുകൊണ്ട് പോകാറിഞ്ഞിട്ട് പേരപ്പായെല്ലാം പറിച്ച്. അപ്പോൾ ഇന്ന് കാസർഗോഡ് ബിസിയും ശുദ്ധ മലയാളമെല്ലാം മിക്സ് ആക്കിയിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കണ്ണാടിത്തോട് വഴി കൂടിയിട്ടാണ് പോകുന്നത്. ഏട്ടത്തിൻ്റെ നാടാണ് കുറ്റിക്കോല. അതിൽ കൂടിയിട്ടാണ് ഈ കണ്ണാടിത്തോട് വരുന്നത്. നല്ല രസമുണ്ട് പോകാനവേ. നല്ല കാടെല്ലായിട്ട് നല്ല തണുപ്പും നല്ല രസമുണ്ട്. സെയിന് ഉറങ്ങാൻ പോകുന്നുണ്ട്. ഞങ്ങൾ അധികം ഈ വഴി തന്നെ മടിക്കേരിക്ക് പോകല്. മടിക്കേരി ഞങ്ങൾക്ക് അടുത്തുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ്, അധികം പോകുന്നൊരു സ്ഥലം. പോകുന്ന വഴിയിൽ മടിക്കേരി എത്തിയിട്ടാകുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു ഹോട്ടൽ കിട്ടുന്നുണ്ട്. ഹോട്ടൽ പ്രസ്റ്റീജ്, നമ്മൾ നാട്ടുകാരൻ്റെ ഹോട്ടൽ. കെബീറിൻ്റെ ഫ്രണ്ട്സ് വെക്കോറ്. അപ്പോൾ വീട് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ ലഞ്ചും വരുമ്പോൾ ഡിന്നറെല്ലാം കഴിക്കല്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇവിടെ മടിക്കേരി എത്തുമ്പോഴത്തേക്ക് ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ഹലാൽ റെസ്റ്റോറൻ്റാണ്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. എല്ലാ ടൈപ്പ് ഫുഡ് ഇവിടെ കിട്ടും. നല്ല ടേസ്റ്റിയാണ് ഫുഡെല്ലാം. അപ്പോൾ ഞങ്ങൾ നാട്ടുകാർ തന്നെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെല്ലാം അധികം നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെ. ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 13-14 ആൾക്കാരുണ്ട്. ഞങ്ങൾ കുറേ ആൾക്കാരായത്. ആദ്യം ഈ സമയത്ത് നല്ല ഉറക്കത്തിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഒരു ചായ കുടിച്ച്, ചായ എല്ലാം കുടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ആദ്യം മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ആദമിൻ്റെ സ്ട്രോളർ ഞങ്ങൾ കാറിൻ്റെ ബാക്കിൽ വെച്ചിട്ട് എടുത്തിന്. 2 കുഞ്ഞുണ്ട്. ആദമുണ്ട്, കെബീറിൻ്റെ മോളും ചെറുതാണ്, ഹയാക്ക് 4 മാസമായത്. അപ്പോൾ രണ്ടാൾക്കും ഉപകാരമാവുമല്ലോ, മാറി മാറി ഇരുത്താനെന്ന് പറഞ്ഞിട്ട് എടുത്തത്. ഞങ്ങൾ ബിരിയാണി ഓർഡർ ആക്കിയത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഓർ തന്ന് ചിക്കൻ ബിരിയാണി, അതിൻ്റെ മസാല സെപ്പറേറ്റ്, ചോറ് സെപ്പറേറ്റ്, സാലഡ്, പിന്നെ ചിക്കൻ ഫ്രൈയും തന്നിട്ടുണ്ട്. പിന്നെ 2 ഊണ് എടുത്തിട്ടുണ്ട്. അളിയാവുമ്മല്ലോ ഊണ് കഴിച്ചത്, അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച്, പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ അടുത്തൊരു ഒരു ഷോപ്പാണ്. അതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്, ചോക്ലേറ്റ്സും എല്ലാം ഉണ്ട്. നമുക്കിപ്പം ഇങ്ങോട്ടേക്ക് മടിക്കേരിയൊക്കെ വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ചോക്ലേറ്റ് എല്ലാം വേണമെങ്കിൽ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ചോക്ലേറ്റ്സ് മാത്രമല്ല, ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മളെ ചായപ്പൊടി, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു വാട്ടർഫാൾ കാണാനായിട്ടാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവനെ നല്ല തണുപ്പ്. ആദമിനും സെയിനും ഇങ്ങനെ കാറിലിരുത്തിയിട്ട് ഒരു വീഡിയോ എടുത്ത് ഓറി ഇരിക്കുകയും ചെയ്ത് നല്ല പാങ്ങിൽ കളിച്ചിട്ട് ഒരു പോസൊക്കെ ചെയ്തിട്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ വീഡിയോ എടുത്തത് ഞാൻ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പോകുന്നതെല്ലാം. ആദമിനാണെങ്കിലും സെയിനാണെങ്കിലും സവാദീഷാൻ എല്ലാവർക്കും ഇങ്ങനെ കറങ്ങാൻ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അലമ്പാക്കുമല്ലോ, യാത്രയിൽ പോകുമ്പോൾ ഇങ്ങനെ ഓറ് അതിനനുസരിച്ച് നിന്നോളും. അങ്ങനെ ഇപ്പം ഞങ്ങൾ വാട്ടർഫാൾ കാണാനായിട്ട് നടന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ലോണം നടക്കാനുണ്ടെന്ന് പറഞ്ഞത്. നടന്നിട്ട് വേണം പോകാൻ വാട്ടർഫാൾ കാണാൻ. ഞങ്ങൾ വരാത്ത സ്ഥലം നോക്കിയിട്ട് വന്നത്. മുമ്പ് മടിക്കേരി വരുമ്പോഴത്തേക്ക് കണ്ട സ്ഥലങ്ങളൊന്നും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് പുതിയ സ്ഥലം നോക്കി പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പം ഞങ്ങൾ നടന്ന് പോകണം. ടിക്കറ്റ് ഞങ്ങൾക്ക് എല്ലാം എടുത്തിട്ട് ആബി വാട്ടർഫാൾസ്, അതാണ് എൻ്റെ പേര് കേട്ടോ. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ഇപ്പോൾ നടന്നിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറേ നടക്കാനുണ്ട്. കുറച്ച് ആദമിന് ഇങ്ങനെ എടുത്ത്, പിന്നെ ആദമ നടന്നതിന് ഓനിക്ക് നടക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഓൻ ഇറങ്ങുന്ന അറിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഓനെയും കുറച്ച് നടക്കാനെല്ലാം വിട്ട്. പിന്നീട് ബേബി സ്ട്രോളർ കൊണ്ടുവരാൻ കഴിയില്ല. ഇതിങ്ങനെ ഇറക്കായിട്ട് സ്റ്റെപ്പെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ സ്ഥലത്തൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഓനെ കയ്യിൽ തന്നെ എടുത്ത്, ഹയാനാണെങ്കിലും കയ്യിൽ തന്നെ എടുത്ത്. ആദമ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൻ ഇറങ്ങി നടന്നതിന്. ആദമ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാകുമ്പോൾ ഞാൻ രണ്ടാളെയും പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് രണ്ടാളും ഒന്നിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ള നല്ല പണി. 2 വയലിൽ പോന്ന്. മറ്റേ പഞ്ചാബി ഹൗസിൽ നമ്മൾ പറയുന്നില്ല, ഇങ്ങോട്ടൊരു സൈഡ് വലിവുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ 2 വയലിൽ പോകുന്നു. അപ്പം മാനേജ് ചെയ്ത് നടക്കാന്നുള്ള കുറച്ച് പണി തന്നെയായിരുന്നു. അതിനേക്കാളും ബെസ്റ്റ് ആദമിനെ എടുത്ത് നടക്കുന്നതെന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ കുറച്ച് എടുത്തിട്ട് തന്നെ നടന്ന്. വിചാരിച്ചതിനേക്കാളും കുറേ നടക്കാനുണ്ട് അതിനിട്ട് ഈ വാട്ടർഫാൾസ് കാണാനായിട്ട്. പിന്നെ ആദമോ ഇങ്ങനെ ഉമ്മാൻ്റെയും കെബീറിൻ്റെ ഒക്കെ നടന്നിട്ടും അപ്പം ഇങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തത്. അങ്ങനെ ഇപ്പം ഞങ്ങൾ നടന്ന് വാട്ടർഫാളിൽ എത്തിയിട്ടുണ്ട്. കാണാൻ ഭംഗിയെല്ലാം ഉണ്ട്. കുറേ ഒന്നുമില്ല കാണാൻ. ഈ ഒരു ഭാഗം ഇത്രയേ ഉള്ളൂ. ഇത്ര കാണാനാണ് നമ്മൾ ഇത്രയും നടന്നിട്ട് വന്നത്. ഇത് കാണാനാണെങ്കിൽ അത്യാവശ്യം നല്ല ആൾക്കാർ തന്നെ ഉണ്ട്. അതിന് നിറച്ചും ആൾക്കാർ തന്നെ ഉണ്ട് ഇത് കാണാൻ. ഇവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നെല്ലാം പറയുന്ന കുറച്ച് പണി തന്നെയായിരുന്നു. അങ്ങനെ ആൾക്കാരെ നമുക്ക് മാറിയിട്ടൊന്നും കിട്ടില്ല. ആൾക്കാരുടെ ഇടയിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കണം. ബൽക്കി എല്ലാവരും നോക്കുന്നുണ്ട്, കൈസു സവാദും എല്ലാം നോക്കുന്നുണ്ട് വാട്ടർഫാൾ.
പറഞ്ഞു ഇത്രയേ ഉള്ളൂ കാണാൻ, കുറേ നടന്നിട്ട് വന്നിട്ട് നമുക്ക് കാണാൻ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഭംഗിയെല്ലാം ഉണ്ട്, തണുപ്പും ഉണ്ട്. പിന്നെ ഇഷാനും ആദമെല്ലാം ഇങ്ങനെ കളിക്കുന്നതും സെന്നും എല്ലാം ഇതാക്കുമ്പോഴത്തേക്കെല്ലാം ഇങ്ങനെ കുറച്ച് വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞു യൂട്യൂബിനായിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടാണ് വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് എടുത്ത് വീഡിയോ എല്ലാം ഉണ്ടാകുമ്പോൾ വിചാരിച്ചാൽ അന്നൊക്കെ ഒരു വ്ളോഗ് ഇടാറിഞ്ഞ് എഡിറ്റ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ആദമിനെ ഇങ്ങനെ കുറച്ച് നടത്തിച്ച്, പിന്നെ ഓൻ എന്നെ കുറച്ച് നടത്തിയിട്ട് പോകുന്നുണ്ട്. ഓന് അധികം ഇങ്ങനെ പായുന്നതന്നെ. അപ്പോൾ ഇങ്ങനത്തെ വഴിയെല്ലാം കുറച്ച് പേടി വന്ന് വീണോന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോകുമ്പോൾ കരയുന്നു. എനിക്ക് നടക്കണം എന്ന് തന്നെ പറഞ്ഞിട്ട് സെയിനും ശ്രദ്ധിക്കുന്നു. ഓന് നടക്കുക അവിടെ കയറാൻ പോകുമ്പോൾ ഓനെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് കെയർ ചെയ്യുന്ന സെയിനും നല്ലോണം ആദമിന് അങ്ങനത്തെ കാര്യത്തിലെല്ലാം. പിന്നെ ആദമി ഇങ്ങനെ നടക്കുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നുന്നതുകൊണ്ട് കുറച്ച് ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം എടുത്ത് എൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കാൻ പറ്റൂട്ടെ ഏതേ വെള്ളച്ചാട്ടം. ഞാൻ മുകളിൽ കയറാനൊന്നും പോയിട്ടില്ല, നല്ല കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടുന്ന് കാണുന്നുണ്ട്, പിന്നെ ഇതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള വ്യൂ ഒന്നും ഉണ്ടായാലും തോന്നിയതുകൊണ്ട് കയറിയിട്ടൊന്നുമില്ല. ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പിള്ളേരാണെങ്കിലും ഞങ്ങളാണെങ്കിലും കുറച്ച് ഓറിയും കളിക്കാൻ വിട്ട് കുറച്ച് ഞങ്ങളിരുന്ന്. ആദമാണ് ഭയങ്കര എൻജോയ് ആക്കുന്നത്, അവന് പാഞ്ഞ് കളിക്കും നല്ലോണം. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ച് ടൈം. പിന്നെ ഞങ്ങളെല്ലാവരും നടന്ന് വന്ന ക്ഷീണത്തിൽ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഉമ്മാബൽക്കി ഞാനെല്ലാം. ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളും ഉമ്മാബൽക്കി, ഞാൻ, അളിയ, കബീർ മാത്രമല്ല, അൻഷി മാത്രമല്ല, അൻഷീൻ്റെ ഫാമിലിയും കൂടെ ഉണ്ട്. അൻഷീൻ്റെ അളമ്മ, അൻഷീൻ്റെ ഏട്ടത്തി, പിള്ളേർ, അൻഷീൻ്റെ അനിയന്മാരെല്ലാം ആയിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് വന്നതാണ്. നല്ല രസമുണ്ടായിന്, നല്ല എൻജോയ് ആക്കി. കുറേ ആൾക്കാരായതുകൊണ്ട് നല്ല പാങ്ങുണ്ടായിന് ട്രിപ്പ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇരുന്നിട്ടില്ലായിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. തിരിച്ചിട്ടും കുറേ നടക്കാനുണ്ട്. തിരിച്ച് നടക്കുമ്പോൾ ഫുള്ള് ആദമ നടന്നത് തന്നെ, ഓന് കയ്യിൽ വന്നേയില്ല. നടന്നിട്ട് ഓന് എൻജോയ് ആക്കാൻ തുടങ്ങിയിട്ട് ഓന് കയറാനേ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ഓന് നടത്തിച്ചിട്ട് തന്നെ കൊണ്ടുപോയി. കുറച്ച് ശ്രദ്ധിക്കണം, കാരണം വീകണ്ടറിഞ്ഞിട്ട് നല്ലോണം പേടിയാന്നുണ്ടായി. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ച് മുകളിലെത്തിയിട്ട് നമ്മളത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് ഷോപ്പ് കണ്ടപ്പോൾ ഇവിടുന്നൊരു സോഡാലയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കുറേ നടന്ന് എല്ലാവരും ക്ഷീണിച്ച് അങ്ങനെ ഈ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് തന്നെ ഉള്ളൊരു ഷോപ്പ് കേട്ടോ, ഈ എൻട്രൻസിൽ തന്നെ ഉണ്ട് ഒരു ഷോപ്പ്. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. ഞങ്ങൾ സോഡ ലൈം, കോയിച്ചങ്ക അങ്ങനത്തെ എല്ലാം തിന്നിന്. ഞങ്ങൾ കോയിച്ചങ്ക എന്ന് പറയാം ഞങ്ങൾ കാസർഗോഡ്. പിന്നെ പിള്ളേർക്ക് ഫ്രൂട്ടി എല്ലാം കുടിച്ച് എല്ലാവരും ഒന്ന് റിലാക്സ് ആയി കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ തന്നെ കയറി. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് വന്നത്. മുമ്പ് കഴിഞ്ഞ വർഷം മടിക്കേരി വന്നപ്പം വന്ന സ്ഥലങ്ങളൊന്നും കവർ ചെയ്യണ്ട, വേറെ സ്ഥലം വരാമെന്ന് പറഞ്ഞ് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ളത് രാജാസീറ്റ് ഗാർഡനിലേക്കാണ്. ഞാൻ പണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇങ്ങനത്തെ കുഞ്ഞ് കീച്ചേനൊക്കെ വെക്കുന്ന സ്ഥലം കണ്ടപ്പോൾ ഇത് ഞങ്ങളെല്ലാ യാത്രയിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങി സൂക്ഷിക്കലുണ്ട്, ഞാനും പ്രാവശ്യം. പിന്നെ ഞങ്ങളാണെങ്കിൽ പഠിക്കുന്ന സമയത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ പോകുമ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് റാശി ഇങ്ങനത്തെ ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഞാൻ റാഷിക്കൊരു ലെറ്റർ വാങ്ങിക്കുക, 6ൻ്റെ ഒരു ഇത് വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് 6 തപ്പിപ്പൊടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കുഞ്ഞ് കീച്ചെയിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ക്യൂട്ടാണ് കാണാൻ. എൻ്റെ അടുത്ത് ഇത് കുറേ ഉണ്ട്, റാഷി പഠിക്കുമ്പോൾ തന്ന കുറേ ഇങ്ങനത്തെ കീച്ചെയിൻസ് ഉണ്ട്. ഞാനെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓരോ യാത്രയിലും ഞങ്ങളിങ്ങനെ വാങ്ങലുണ്ട്. ഞാൻ റാഷിയാണെങ്കിലും എവിടെ യാത്ര പോകുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മാഗ്നറ്റോ ഇങ്ങനെ ഒരു കീച്ചെയിനോ വാങ്ങിച്ച് സൂക്ഷിക്കലുണ്ട്. എന്തായാലും ഞാനൊരു 6 ലിറ്റർ വാങ്ങിച്ച് അങ്ങനെ ഇപ്പം ഞങ്ങൾ രാജാസീറ്റ് ഗാർഡനിലേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്തും കുറേ നടക്കാനായിട്ടുള്ളത്. നല്ല രസമുള്ള ഗാർഡനാണ്, നമുക്ക് ഇരിക്കാം. പണ്ട് ഇവിടെ ഒരു ട്രെയിൻ സർവീസൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ചെറുതിൽ വന്നിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. അതൊന്നും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വരുന്നത് അതൊന്നും ഇല്ലാണ്ട്. ഞങ്ങൾ മംഗലം കഴിഞ്ഞപ്പോൾ അവിടെ വന്നിട്ടാകുമ്പോഴും ഈ ഒരു ട്രെയിൻ ഫെസിലിറ്റിയൊക്കെ പണ്ടുണ്ടായിരുന്നു ഞാൻ റാഷിക്ക് വന്നപ്പോൾ. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ആദമിൻ്റെ സ്ട്രോളർ എടുത്തതുകൊണ്ട് തന്നെ നല്ല ഉപകാരമായി. ഓനിങ്ങനെ ഒന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു, അപ്പോൾ ഓനിങ്ങനെ കിടത്തിയിട്ട് കുറേ നടക്കാനൊക്കെ പറ്റി. പിന്നെ ഓനൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് നടക്കാം. സ്ട്രോളർ ആരെങ്കിലും വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് കുറച്ച് നടന്നിട്ടെല്ലാം കണ്ട് പിന്നെ നമ്മളെല്ലാവരും കുറച്ച് ഫാമിലി ആയിട്ടെല്ലാം ഇരുന്നിട്ട് കുറച്ച് സംസാരിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ആക്കി, ഫാമിലി ഫോട്ടോസ് എല്ലാം എടുത്ത് അങ്ങനെ നല്ല രസമുണ്ടായിന്. ചെറിയ പിള്ളേരൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കവറാക്കാൻ പറ്റിയിട്ട് 2 സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് വരാൻ പറ്റിയത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പ്രസ്റ്റീജ് ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം മിക്സ് ആയിട്ട് എടുത്തത്, കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ എല്ലാം മിക്സ് ആക്കിയിട്ട് എടുത്ത് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എൻ്റെ പ്ലേറ്റിലിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഷവർമ്മയും കൂടെ കഴിച്ചു കേട്ടോ. എനിക്ക് ഈ ഷവർമ്മ ഭയങ്കര ഇഷ്ടമായി. കഴിഞ്ഞിൽ വന്നിട്ട് അവന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ചായയും കൂടെ കുടിച്ച്, അത് ഒരു ഫിനിഷിങ് വരണമെങ്കിൽ ചായ കൂടെ കുടിക്കണം. പിന്നെ ഞങ്ങൾ തിരിച്ച് പുരക്കന്നെ പോയി. അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.